കുട്ടികളുമായിട്ട് ഫലപ്രദമായിട്ട് ഇടപെടാൻ പലപ്പോഴും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ട്. പുതിയ ജനറേഷനിലെ കുട്ടികൾ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ അല്പം ഡിഫറൻ്റ് ആണ്. അവരുടെ ഒരു എനർജി ലെവൽ തന്നെ ഡിഫറൻ്റ് ആണ്. അവരുടെ ഒരു ഓരോന്നിനോടുള്ള പ്രതികരണങ്ങൾ ഡിഫറൻ്റ് ആണ്. പലപ്പോഴും അവരെ ഒന്ന് സ്വാധീനിക്കാനോ അവരെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനോ അവരുമായി നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാനോ പലപ്പോഴും പേരൻസിനും ടീച്ചേഴ്സിനും കഴിയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വർക്ക്ഷോപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ടോക്കാണ് ഇതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല പേരൻസിനും ഇന്നത്തെ പല അധ്യാപകർക്കും പ്രത്യേകിച്ച് ടീനേജ് കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാനും ഫലപ്രദമായി ഇടപെടാനും കഴിയാറില്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ പലപ്പോഴും വളരെയധികം ഒരു വൈകാരിക അനാഥത്വം അനുഭവിക്കുന്നുമുണ്ട്. കാരണം പലപ്പോഴും അവർക്ക് ഒരു ആശ്രയത്തിനായിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തോ ചെല്ലാൻ സാധിക്കുന്നില്ല. അതിന് പകരം അവർ പലപ്പോഴും പിയേഴ്സിനിടയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. എന്തായാലും മാതാപിതാക്കളെ സംബന്ധിച്ച് ഫലപ്രദമായി കുട്ടികളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വലിയ ഒരാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പലതരത്തിൽ വഴിതെറ്റാനും വീണുപോകാനും തെറ്റിപ്പോകാനും ഒക്കെ സാധ്യതയുള്ളൊരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഫലപ്രദമായി കുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോടുകൂടി അവരുടെ ഇടയിൽ നിൽക്കുകയും ചെയ്യാൻ കഴിയേണ്ടത് മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പല മാതാപിതാക്കളും അതിന് കഴിയാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് അത്തരം ഒരുപാട് പേരൻസുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അവർ മുമ്പോട്ട് വയ്ക്കാറുണ്ട്. അധ്യാപകരുടെ ഇടയിലും ഇതേ പ്രശ്നമുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളുമായി നല്ല ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഒരു റാപ്പോ സൃഷ്ടിക്കാൻ പലപ്പോഴും അധ്യാപകർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കുട്ടികളുമായിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതിൽ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ, ഇൻസ്പയർ ചെയ്യുന്നതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും ഞാൻ ഈ പേരൻസിനും ടീച്ചേഴ്സിനുമായിട്ടൊക്കെ ചെയ്യുന്ന പല വർക്ക്ഷോപ്പുകളിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് ധാരാളമായിട്ട് പറയാറുണ്ട്. ഇവിടെയും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ഇമോഷണൽ ഇൻ്റലിജൻസാണ്. നമുക്ക് വൈകാരികമായൊരു ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് യോജിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ. അത് ഈ കാലഘട്ടത്തിലൊന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അത്രയേ ഉള്ളൂ. ആ ഗ്യാപ്പ് എങ്ങനെ കുറയ്ക്കാം? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിവിടെ ഡീറ്റെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ അവരും തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. കഴിഞ്ഞ തലമുറയിലൊക്കെ കുട്ടികൾ പേടിയുള്ളവരായതുകൊണ്ട്, പ്രത്യേകിച്ച് പേരൻസ് എന്ന് പറയുന്ന ഒരു അതോറിറ്റേറ്റീവാണ്, പേരൻസ് എന്ന് പറയുന്ന ശക്തിയുള്ളവരാണ്, പേരൻസിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ, അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇന്നെന്നാൽ അങ്ങനെയല്ല. ഇന്ന് ചൈൽഡ് റൈറ്റ്സ് ഒക്കെ കുറേ കൂടെ സ്ട്രോങ് ആകുകയും കുട്ടികൾക്കെതിരെയുള്ള കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ വളരെ ജനാധിപത്യപരമായിട്ടും വളരെ ജസ്റ്റായിട്ടുമൊക്കെ തന്നെ ഇടപെടേണ്ട ഉത്തരവാദിത്വം പേരൻസിനുമുണ്ട്, മുതിർന്നവർക്കുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ വലിയ പേടിയൊന്നും ഉള്ളവരല്ല പൊതുവെ. മാത്രമല്ല, ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ പ്രായത്തിലൊക്കെ അവർ അമിതമായിട്ട് പാമ്പേർഡായിട്ട് വളരുന്ന കുട്ടികളാണ്. അവർക്കെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് വളർത്തുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഒരു ടീനേജിലേക്ക് വരുമ്പോൾ അവർ വലിയ പേടിയൊന്നും പേരൻസുമായിട്ട് കാണത്തില്ല. അപ്പോൾ പേടിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യം ഒരു റെസ്പെക്റ്റ്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണോ? ഇതാണൊരു പ്രധാനമായ കാര്യം. പലപ്പോഴും പല പേരൻസിനും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല. അത് ഏത് തരം പേരൻസാണെന്ന് ചോദിച്ചാൽ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത പേരൻസ്, അതുപോലെ തന്നെ റെസ്പെക്റ്റ് കിട്ടാതെ വളർന്നു വന്ന പേരൻസ്, അവർ പലപ്പോഴും അടുത്ത തലമുറയിലും വളരെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറാനായിട്ട് ശ്രമിക്കും. അത് കുട്ടികളെ സംബന്ധിച്ച് അവരുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്യാനും അവരുമായിട്ട് നല്ലൊരു ആശയവിനിമയം നടത്താനും സാധിക്കാതെ വരും. കാരണം നമ്മൾ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാതെ വരുമ്പോൾ അവർ റെസ്പെക്റ്റ് കിട്ടുന്നിടത്തേക്ക് അന്വേഷിച്ച് പോവുകയും അത്തരം സ്ഥലങ്ങളിലായിരിക്കും അവർ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പല ടീച്ചേഴ്സിനും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ല. കാരണം ടീച്ചേഴ്സ് പലരും വിചാരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് റെസ്പെക്റ്റ്, കുട്ടിക്കത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ടീച്ചേഴ്സുണ്ട്. ഇതൊക്കെ ഒരു ടോക്സിക് നേച്ചറാണ്, അഡൽട്ടിൻ്റെ ഒരു ടോക്സിക് നേച്ചറായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും പ്രധാനമായ ഒരു കാര്യമാണ് ഓരോ കുട്ടിയും ഓരോ ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ ഒരു വൈകാരിക തലം മനസ്സിലാക്കിയാലേ അവരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു വലിയ ചിന്തകൻ പറഞ്ഞതുപോലെ നമുക്കൊരു കുട്ടിയെ ഒരു ലേണിങ്ങിന് വേണ്ടി റെഡിയാക്കണമെങ്കിൽ ആദ്യമായി അവനുമായി നമ്മൾ ഒരു ഇൻറ്റേർണൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ഒരു കുട്ടി
കുട്ടിക്ക് നമ്മളോട് കുട്ടിക്കും ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലേണിങ്ങിന് അല്ലെങ്കിൽ ഒരു പഠനത്തിന്, ടീച്ചിങ്ങിന്, അതുപോലെ തന്നെ ഒരു പാരൻറ്റിങ്ങിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പലപ്പോഴും അങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് കുട്ടികളുടെ ഇമോഷണൽ ലെവലിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ ചില വികാരങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആസ്പിറേഷൻസ്, നമ്മുടെ കുട്ടികളെ പറ്റിയുള്ള എക്സ്പെക്റ്റേഷൻസ്, ഇതിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പലപ്പോഴും കുട്ടിയെ നമുക്ക് കൂടെ കൂട്ടാനായിട്ട് കഴിയാതെ പോകും എന്നുള്ളൊരു വാസ്തവമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ പ്രത്യേകതകളെ മനസ്സിലാക്കണം. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരുന്നെങ്കിൽ കുട്ടികൾക്കൊരു യൂസർ മാനുവലും കൊടുത്തെങ്കിൽ വിട്ടാൽ മതി. എല്ലാ കുട്ടികളെ ആ മാനുവൽ അനുസരിച്ച് അങ്ങ് വളർത്തിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ഓരോ കുട്ടിയും വളരെ യുണീക്കാണ്. ചില കുട്ടികൾ വളരെ ഫാസ്റ്റാണ്, ചില കുട്ടികൾ വളരെ സ്ലോ ആണ്, ചില കുട്ടികൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ചില കുട്ടികൾ ഒരു സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചില കുട്ടികൾ ഭയങ്കര കലയുള്ളവരായിരിക്കും, ചിലർ കളിയുള്ളവരായിരിക്കും, ചിലർ വളരെ അഡമൻ്റ് ആയിരിക്കും, ചിലർ വളരെ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ കുട്ടികൾക്കും നേച്ചറിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്, അവരുടെ ടാലൻറ്റിൽ ഡിഫറൻസ് ഉണ്ട്, അവരുടെ ലേണിംഗ് എബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, അവരുടെ ക്യാരക്ടറിൽ ഡിഫറൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ ഹെൽത്തിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിയെയും നമുക്ക് വ്യത്യസ്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ കുട്ടിയുമായിട്ട് നമുക്ക് ഒന്ന് കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മാത്രമല്ല അവരുടെ പ്രത്യേകതകളെ നമ്മൾ മനസ്സിലാക്കും തോറും അവർ നമ്മളുമായിട്ട് കൂടുതൽ അടുക്കും. കാരണം അത്തരം പ്രത്യേകതകൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയൊക്കെ പറയുമ്പോൾ അവൻ നല്ലൊരു കലാകാരനാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ ടീച്ചറുമായിട്ട് അല്ലെങ്കിൽ ആ പേരൻറ്റുമായിട്ട് ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു റാപ്പ് വളരെ പോസിറ്റീവായിരിക്കും. അപ്പോൾ അവനെ അക്നോളജ് ചെയ്യുന്ന അവൻ്റെ അവളുടെ പ്രത്യേകതകളെ അക്നോളജ് ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ ഒരു ഫാക്ടറാണ്. അതുപോലെ ആ കുട്ടികളുടെ പ്രശ്നങ്ങളെയൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് കുട്ടികൾക്കൊരു ആത്മാഭിമാനമൊക്കെ ഉയരാൻ സാധ്യതയാവും. പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെയൊക്കെ പറയും, മോനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് വാട്ട് ഈസ് യുവർ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടേതായ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ ഫീൽ ചെയ്യും, അവർക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഫീൽ ചെയ്യും, അവർക്കും ഒരു റോള് അവർക്കൊരു അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുകയും എല്ലാം നമ്മളായിട്ടെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന കുട്ടികൾ സത്യത്തിൽ വളരില്ല, അവർ മുരടിച്ചു പോകാനാണ് സാധ്യത. അപ്പോൾ അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ പ്രത്യേകമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചോയ്സസ് കൊടുക്കണം. നമ്മൾ ഇതേ ചെയ്യാൻ പറ്റും, ഈ സെൻറ്ററിലേ നിനക്ക് പഠിക്കാൻ പറ്റുള്ളൂ, ഈ സ്കൂളിലെ നിനക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സിലബസിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻ്റ് നീ പഠിച്ചാൽ മതി, ഇത്ര മാർക്ക് നീ വാങ്ങിച്ചില്ല. അങ്ങനെയല്ല, അവർക്ക് ചോയ്സസ് കൊടുക്കണം. അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർക്കും കൂടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്പേസും ഒരു അംഗീകാരവും ഒക്കെ കൊടുക്കുമ്പോൾ അത് അവരുടെ വ്യക്തിത്വത്തെ കൂടുതൽ മാനിക്കുന്നതായിട്ട് തോന്നുകയും അത്തരം ആൾക്കാരോട് അവർക്കും തിരിച്ചൊരു റെസ്പെക്റ്റും കണക്റ്റഡ് ആവുകയും അത്തരം ആൾക്കാരുമായിട്ട് ഇടപെടാൻ അവർ കൂടുതൽ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ കൂടുതൽ റെക്കഗ്നീഷനാണ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് റെക്കഗ്നീഷൻ കിട്ടിയാൽ ആരാണോ നമുക്ക് റെക്കഗ്നീഷൻ തരുന്ന അവരോട് നമുക്കൊരു ചായ്വ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്കൊരു ചോയ്സ് കൊടുക്കുന്ന, അവരെയും കൂടെ കൺസിഡർ ചെയ്യുന്ന, അവരുടെയും കൂടെ താല്പര്യങ്ങളെ മാനിക്കുന്ന. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മളാണ് എന്ന് മനസ്സിലാകുമ്പോൾ അവർ നമ്മളോട് അടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടും. അതുപോലെ തന്നെ ഒരിക്കലും ഒരു അഡൽട്ടാണെന്നുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ പേരൻസ് ശ്രമിക്കരുത്, ടീച്ചേഴ്സും ശ്രമിക്കരുത്. നമ്മൾ പലപ്പോഴും കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു അഡൽട്ട് ആയതുകൊണ്ട് അവരെ ഒന്ന് കളിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഉടായ്പൊക്കെ കാണിച്ച് അവരെ സ്വാധീനിച്ച് കളയാം, ചില ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് അവരെ സമ്മതിപ്പിച്ച് കളയാം. ഇതൊക്കെ കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, അതൊന്നും സസ്റ്റെയിൻ ചെയ്യത്തില്ല. നമ്മൾ പ്രായമുള്ളവരാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കുട്ടികളും വളരുകയാണ്. അവർ നാളെ വളർന്നു വന്ന് നമ്മളെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ നാളെ വളർന്നു വന്ന് നമ്മളോട് തിരിച്ചറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോഴേ അവരോട് ഓണസ്റ്റായിട്ട് ഇടപെടുകയും സിൻസിയറായിട്ട് ഇടപെടുകയും ഇൻറ്റഗ്രിറ്റിയോടെ ഇടപെടുകയും ചെയ്താൽ അവർ വളർന്നു വരുമ്പോഴും തിരിച്ച് ആ ക്വാളിറ്റീസൊക്കെ അവർ കാണിക്കും. പ്രത്യേകിച്ച് നമ്മളുമായിട്ടുള്ള ഇടപെടലുകളിൽ അത്തരം ക്വാളിറ്റീസ് അവർ എപ്പോഴും കാണിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവരോട് ഇടപെട്ടവരെ അവരൊരിക്കലും താഴ്ത്തി കാണിക്കാൻ അല്ലെ മോശക്കാരാക്കാൻ അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ ശ്രമിക്കാതിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു അഡൽട്ട് എന്നുള്ള അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് കുട്ടികൾ
കുട്ടികളോട് എക്സ്പ്ലോയിറ്റേറ്റീവായിട്ട് പെരുമാറും. പല പല ആൾക്കാരും അങ്ങനെയൊക്കെയുള്ളവരുണ്ട്. അത് ബൈ നേച്ചർ അങ്ങനെയുള്ളവരാണ്. അവർ കുട്ടികളോടും അങ്ങനെ തന്നെ ചെയ്യും. അതിൻ്റെ പ്രതിഫലനം നാളെ അവർക്ക് അതേ രീതിയിലായിരിക്കും കുട്ടികൾ വളർന്നു വന്ന് തിരിച്ചടികൾ തരുന്നത്. അത് വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് കുട്ടികളുടെ കുറ്റങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കാനും അവരുടെ കുറവുകൾ പറഞ്ഞ് അവരെ ആക്ഷേപിക്കാനും ശ്രമിക്കാതിരിക്കുക. ഒരു സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയും. നമ്മൾ കുട്ടികളുടെ ഏതെങ്കിലും ഒരു മോശക്കാര്യം പറയണേ തന്നെ ഒരു 2 നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞാൽ അവർക്ക് വലിയ കുഴപ്പമില്ല, അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അവർ തയ്യാറാവും. അതാണ് ഒന്ന്. രണ്ടാമത് അവരുടെ മികവ് കൂടുതൽ അവരെ ബോധവൽക്കരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും അവരുടെ കുറവുകളെക്കുറിച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോഴും പഠനം തിരഞ്ഞെടുക്കുമ്പോഴും ഫ്യൂച്ചർ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ അവരുടെ സ്ട്രെങ്ത് ഏരിയയിലേക്ക് അവരെ ഡ്രൈവ് ചെയ്താൽ അവർ കുറച്ചുകൂടെ മികച്ചവരാകും. അപ്പോൾ ഈ കുറവുകളും കുറ്റങ്ങളും ഒക്കെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് അവരുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒക്കെ കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും അവരുടെ ഒരു പോസിറ്റീവ് നേച്ചറിലേക്ക് നമ്മൾ കൂടുതൽ, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ പേരൻറ്റിനോട് ടീച്ചർ പറഞ്ഞത് അവന് 24 മണിക്കൂറും ക്ലാസ്സിലിരുന്ന സംസാരമാണ്, അതിൻ്റെ കൂടെ കുറേ അലവലാതി കൂട്ടുകാരുമുണ്ട്. ഇത് കേൾക്കുന്ന ഒരു പേരൻറ്റിനോ ഒരു കുട്ടിക്കോ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. നേരെ മറിച്ച് ഈ അധ്യാപകന് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഒന്ന് പറയാമായിരുന്നു. അവന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ട്, നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ള ആളാണ്, നല്ല സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. പക്ഷേ ക്ലാസ്സിലെ ടൈമിൽ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്താൽ അവൻ അക്കാഡമിക്കിൽ കാര്യങ്ങളിലൂടെ അവന് കൂടുതൽ വിജയിക്കാൻ പറ്റും. കുറച്ചുകൂടെ അവന് വലിയൊരു മിടുക്കനാകാൻ സാധിക്കും. ഈ സംസാരിക്കാനുള്ള കഴിവും കൂട്ടുകൂടാനുള്ള കഴിവൊക്കെ വലിയ ക്വാളിറ്റീസാണ് ഈ കാലഘട്ടത്തിൽ. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു അഭിമാനബോധമായിരിക്കും. മാത്രമല്ല അതൊക്കെ നല്ല രീതിയിൽ അക്നോളജ് ചെയ്തതുകൊണ്ട് തന്നെ ടീച്ചർ ആഗ്രഹിക്കുന്ന പോലെ അവനൊരു ബെറ്റർ സ്റ്റുഡൻ്റ് ആകാൻ ക്ലാസ്സിൽ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ തിരിച്ച് ആദ്യം പറഞ്ഞതുപോലെയാണ് പറയുന്നതെങ്കിൽ വളരെ മോശമായിട്ടായിരിക്കും ആ കുട്ടി അതിന് ശേഷമുള്ള അതിൻ്റെ പ്രകൃതം ഉണ്ടാവുക. അവിടെയാണ് കുഴപ്പം വരുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ കേൾക്കുന്ന പേരൻസ് വീട്ടിൽ ചെന്നിട്ട് കുട്ടികളെ ഇതിൻ്റെ പേരിൽ കൂടുതൽ ആക്ഷേപിക്കുക, ആ കുട്ടികളുടെ ഒരു സെൽഫ് എസ്റ്റീം വളരെ ഡാമേജ്ഡ് ആകാനും സാധ്യതയുണ്ട്. കാരണം വർത്തമാനം പറയാനുള്ള കഴിവ് വലിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് പേരെ വർത്തമാനം പറയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. അതുപോലെയാണ് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയൊരു ക്വാളിറ്റിയാണ്. എത്രയോ പേർക്ക് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ അറിയില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം നേടാൻ വേണ്ടി അവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയൊക്കെ വളരെ വൾഗറായിട്ടുള്ള അഡൽട്ട് ക്വാളിറ്റീസാണ്. അതൊക്കെ കറക്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അതുപോലെ നമ്മൾ കുട്ടികളുടെ കുറ്റങ്ങളും ഒക്കെ എപ്പോഴും പറയേണ്ട വരുന്നതും അല്ലെ അവരെ റോങ് കാര്യങ്ങളിൽ പിടിക്കപ്പെടേണ്ടി വരുന്നതും ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അവരോട് ആശയവിനിമയം ചെയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അതുപോലെ തന്നെ നമ്മളുടെ റൂൾസ് എന്താണ്, ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ്, എവിടെ വരെ ആകാൻ പാടില്ല, ഇതൊക്കെ കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറയുക, തിരുത്തേണ്ടടുത്ത് തിരുത്തുക, ഒരു സിസ്റ്റം എപ്പോഴും ഉണ്ടായിരിക്കുക, ഒരു ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടായിരിക്കുക. ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് കുട്ടികളോട് ക്ലിയറായിട്ട് പറയുക. മക്കളെ ഈ കാര്യത്തിലൊന്നും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഇതൊക്കെയാണ്, നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി ഇതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് വളരെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തണം. പ്രത്യേകിച്ച് ടീനേജിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ ബോധവൽക്കരിച്ച് അവരെയും കൂടെ റെസ്പോൺസിബിൾ ആക്കി അവരെയും കൂടെ ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഇൻവോൾവ്മെൻറ്റും പാർട്ട്ണർഷിപ്പും ഒക്കെ തന്നെ അവരുടെ റീഫോർമേഷൻ ഒരു വലിയ സാധ്യതയായി മാറും. പല വീടുകളിലും ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. എപ്പോഴും പഠിക്കുക അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും വീടുകളിൽ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ എപ്പോഴും കുറേ ഉപദേശങ്ങളാണ്. ഇതല്ല, നമുക്ക് കുട്ടികളുമായിട്ട് നല്ല ഡിസ്കഷൻസ് ഉണ്ടാകുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും. അതുപോലെ അവരെ ലിസൺ ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ചില പേരൻസ് ആണെങ്കിലും ചില ടീച്ചേഴ്സ് ആണെങ്കിലും ദേ ലിസൺ ടു റിപ്ലൈ. അത് വളരെ കുഴപ്പമാണ്. കേൾക്കുന്നതന്നെ എന്തൊക്കെയോ അങ്ങോട്ട് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ ചാടിക്കേറി സംസാരിക്കുന്ന പേരൻസിനോടാണെങ്കിലും ടീച്ചേഴ്സിനോടാണെങ്കിലും കുട്ടികൾക്ക് വലിയ റാപ്പൊന്നും ഉണ്ടാവില്ല, കുട്ടികൾക്ക് വലിയ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. യു ഹാവ് ടു ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു കുട്ടിയെ കേൾക്കുമ്പോൾ ആ കുട്ടിയെ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്തോടു കൂടി കേട്ടാൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുമ്പോൾ അവിടെ ഒരു കീൻനെസ് ഉണ്ടായിരിക്കണം, അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അവിടെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ കുട്ടികൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഒരു 12 വയസ്സുള്ള കുട്ടിക്ക് ആ 12 വയസ്സിൻ്റേതായ ഒരുപാട് കാര്യങ്ങളുണ്ട്.
പ്രശ്നങ്ങളുണ്ട്. ഒരു 15 വയസ്സുകാരന് ഒരു 15 വയസ്സിൻ്റേതായ പല കാര്യങ്ങളുണ്ട്. ഒരു 17 വയസ്സുകാരി കുട്ടിക്ക് അവളുടേതായ പല പ്രശ്നങ്ങളുമുണ്ട്. അത് ശാരീരികമാകാം, മാനസികമാകാം, ആത്മീയമാകാം, വൈകാരികമാകാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പം അവർക്ക് എന്തിൻ്റെ കുറവാണ് എന്നൊക്കെ ചോദിച്ച് കുറേ മെറ്റീരിയൽ കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് കുട്ടികൾക്കൊന്നും കുറവില്ല എന്ന് ചിന്തിക്കുന്ന പേരൻസൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഒരു 5 വയസ്സുകാരൻ്റേതായ ഒരുപാട് ഇഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പേരൻസാണ് നല്ലൊരു പേരൻറ്റ്. ഇത് മനസ്സിലാക്കുന്ന ഒരു ടീച്ചറാണ് ഒരു നല്ല ടീച്ചർ. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരറിയുന്നതോ ഒരു കുട്ടിയുടെ കുറച്ച് ഡേറ്റ അറിയുന്നതോ ഒന്നുമല്ല. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഒരു കുട്ടിയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവെന്നൊക്കെ പറയുന്നത്, ഒരു എമ്പതി എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വലിയ ടോൾ ക്വാളിറ്റിയാണ്, ഒരു സംശയമില്ല. വളരെ പ്രധാനമായ ഒരു കാര്യം, നമ്മൾ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുട്ടികൾക്കൊരു മാതൃകയായിരിക്കണം, ഒരു മോഡലായിരിക്കണം, ഒരു നല്ല എക്സാമ്പിളായിരിക്കണം. സ്വാഭാവികമായിട്ടും പിന്നെ ഒരുപാട് ഉപദേശത്തിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം അവർ വളർന്നു വരുമ്പോൾ അവർ കണ്ട നല്ല മോഡലിനെയൊക്കെ ഫോളോ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പേരൻസിന് ഇന്ന് കുട്ടികളെ ഒന്ന് ഉപദേശിക്കാൻ പോലും പറ്റാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ഉപദേശിക്കാനുള്ളൊരു ക്രെഡിബിലിറ്റി പല പേരൻറ്റിനും ഇല്ല. കാരണം നമ്മൾ പല ഉടായ്പകൾ അവരുടെ മുമ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പല കുഴപ്പങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഉപദേശത്തിൽ മാത്രം വലിയ വാല്യൂസ് കാണിക്കുകയും അത് ഒരു ലൈഫിൽ ആ വാല്യൂസ് ഇല്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അവർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മളങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവർ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അവർ അഡമൻ്റായിരിക്കും. അവരതിനോട് വളരെ നെഗറ്റീവായിട്ട് റിറ്റാലിയേറ്റ് ചെയ്യും. അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മളിലൊരു എക്സാമ്പിൾ ഇല്ലാത്തതും നമ്മളിലൊരു മോഡൽ ഇല്ലാത്തതുമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സാമ്പിളായിട്ട് നല്ലൊരു മോഡലായിട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു പേരൻ്റ് എന്ന് പറയുമ്പോൾ പേരൻറ്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. എല്ലാ കുട്ടികളെയും ഓവർനൈറ്റ് അങ്ങ് മാറ്റിക്കളയാമെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കുട്ടികളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പേഷ്യൻസോടെ നമ്മൾ നിരന്തരമായ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ കുട്ടികളെ മാറ്റിയെടുക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ആ മാറ്റങ്ങളൊക്കെ റീസണബിളായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കണം. ഒരു കുട്ടിക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഫോമിലുള്ള മാറ്റങ്ങളെ ഒരു കുട്ടിക്ക് സാധ്യമാവുള്ളൂ. നമ്മളുടെ എല്ലാ കാര്യങ്ങളും കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളാണ് മാറേണ്ടത്. പേരൻസും ടീച്ചേഴ്സൊക്കെ മാറാൻ തയ്യാറാവണം. കുട്ടിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്, നമുക്ക് കുറച്ചൊക്കെ വലിക്കാം, അത്രയേ ഉള്ളൂ. ഒരുപാട് വലിച്ചാൽ പൊട്ടിപ്പോകും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അതുപോലെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾ നമ്മളുമായിട്ടുള്ള ബന്ധം ഏറ്റവും നന്നാണ് കുട്ടികളുടെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജിലായിരിക്കണം നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നത്. നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമുക്ക് അഭിമാനമുള്ള, അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവനെന്ന് അവനും തോന്നണം, അവൾക്കും തോന്നണം, നമുക്കും തോന്നണം. കുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ഉണ്ട്, അതെല്ലാവർക്കും ഇഷ്ടവുമാണ് എന്ന് തോന്നുമ്പോൾ, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ ആ പോസിറ്റീവ് സെൽഫ് ഇമേജിനെ കുറിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. അവരോട് അതൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവനൊക്കെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ വളരെ മിടുക്കനാണ്, നല്ല സോഷ്യൽ സ്കില്ലാണ്, ഏത് കാര്യത്തിനും അവൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് നമ്മൾ ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പേരൻസിന് ഇഷ്ടമാണ്, എൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ടീച്ചേഴ്സിന് ഇഷ്ടമാണ്. ഇത്തരത്തിൽ കുട്ടി ബഹുമാനിക്കപ്പെടുകയും കുട്ടിക്ക് കുട്ടിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കൊരു വിലയുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ആ വില കൊടുക്കുന്ന മനുഷ്യരോട് നന്നായി ഇടപെടാനും അങ്ങനെയുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഇൻറ്റിമസി, ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റി അവരിലും ഉണ്ടാവും. അപ്പോൾ ഗിവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്, ഇതാണ് നമുക്ക് ഈ ഒരു ടോക്കിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കുട്ടികൾക്ക് പല കുറവുകളും ഉണ്ടാവും. ആ കുറവുകളൊന്നും കുട്ടികളായിട്ട് കൊണ്ടുവന്നൊന്നുമില്ല. പ്രധാനമായും കുട്ടികളുടെ കുറവുകളൊക്കെ ജനറ്റിക് കുറവുകളാണ്. നമ്മൾ ജനിതകമായി കുട്ടികൾക്ക് നൽകിയതാണ് പേരൻസ്. രണ്ടാമത് അവരുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. സ്കൂളിലൊക്കെ LKG പഠിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ അവരുടെ അടുത്തൊക്കെ ചാടുന്ന ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 1ാം ക്ലാസ്സിൽ വന്നൊരു കുട്ടി 10ാം ക്ലാസ്സിലായപ്പോൾ ശരിയായ രീതിയിലല്ല പോകുന്നതെങ്കിൽ സ്ക്വയർലി ആ സ്കൂളാണ് പ്രതിസ്ഥാനത്ത്. കാരണം 10 വർഷം 12 വർഷം പഠിപ്പിച്ചിട്ടും ഒരു കുട്ടിയെ നന്നായി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്കൂൾ പിന്നെ കൂട്ടുന്നതല്ലേ നല്ലത്. അവരുടെ അടുത്ത് കിടന്ന് ചാടരുത്. പകരം സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റുണ്ട്. കാരണം ആ കുട്ടികൾ ഒരു ടീനേജിലേക്കൊക്കെ വന്നപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അവരുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനും അവരുടെ വാല്യൂസ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ എന്ത് കോൺട്രിബ്യൂഷൻസാണ് അവരുടെ ആ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊടുത്തത് എന്നും കൂടെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് പേരൻസും ചോദിക്കണം. കുട്ടികളെ പറ്റിയൊക്കെ വളരെ മോശമായി നമ്മൾ പറയുമ്പോൾ അതൊക്കെ പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുകൂടി
ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വല്ലപ്പോഴുമൊക്കെ കുട്ടികൾക്ക് നല്ല ഗൈഡൻസും നല്ല കൗൺസിലിങ്ങും നല്ല ട്രെയിനിങ്ങും ഒക്കെ കൊടുത്താൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരിൽ തന്നെ വലിയ ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഒരു ഹാപ്പി പാരൻറ്റിങ് ടൈം. ടീച്ചേഴ്സും ശ്രദ്ധിക്കുക, ഇത് നല്ലതെങ്കിൽ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. കുട്ടികളുമായി ഫലപ്രദമായി ഇടപെടാൻ മുതിർന്നവർക്ക് കഴിയുമ്പോൾ വഴിതെറ്റാനുള്ള സാധ്യതകൾ കുട്ടികളിൽ കുറയും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷകരമായ അഭിവൃദ്ധിയുള്ള സമാധാനമുള്ള ഒരു പുതിയ വർഷം നേരുന്നു. താങ്ക് യു സോ മച്ച്.